ഗൈസ്, ഇന്ന് നമ്മൾ അല്ലുവിന്റെ ലാസ്റ്റത്തെ ദിവസമാണ്. അപ്പൊ എല്ലാവരും കൂടി പോവാണ്. 4 ആള് കൂടിയിട്ടാണ് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ട് പോകുന്നത്. നല്ല രസം. ഇന്നെന്റെ അല്ലുകുട്ടന്റെ അംഗനവാടിയിലെ അവസാന ദിവസമായിരുന്നു. അല്ലുകുട്ടനെ കൊണ്ടാക്കാൻ ഒരാള് പോരാണ്ട് 3 ആളും കൂടി കൊണ്ടാക്കണേ. അവന്റെ അമ്മ, അവന്റെ ഉണ്ണിവാവ, അവന്റെ ചേച്ചി എല്ലാവരുടെയും കൂടെയാണ് അല്ലുവിന്റെ അംഗനവാടിയിൽ അവസാന ദിവസത്തിന് അവൻ യാത്ര ചെയ്ത് പോകുന്നത്. നടന്നിട്ടുള്ള യാത്രയാ, കണ്ടില്ലേ? ചേച്ചിയും അനിയനും രണ്ടും കൂടി നടന്നു പോകുന്ന ബാഗൊക്കെ ഇട്ടിട്ട്. ശരിക്കും പറഞ്ഞ ബാഗിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനത്തെ ദിവസം അംഗനവാടിയിലേക്ക് ഏത് റിസൾട്ടും തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. പെട്ടെന്ന് കുറച്ചു കൊല്ലം മുൻപിക്കൊന്ന് പോയി. അംഗനവാടിയിലേക്ക് അവൻ ആദ്യമായിട്ട് ഞാൻ സ്കൂളിലേക്ക് കൊണ്ടാക്കിയ സമയത്ത് ഈ റിസൾട്ട് അവൻ അംഗനവാടിയിലേക്ക് ഞാൻ കൊണ്ടാക്കി. അല്ലുകുട്ടൻ അംഗനവാടിക്ക് എന്നെ കൊണ്ടാക്കാൻ നടക്കുമ്പോൾ പണ്ട് ഞാൻ സ്കൂളിലേക്ക് കൂട്ടുകാരുടെ കൂടെ ഞാൻ നടന്നു പോയതൊക്കെ ഓർമ്മ വരും. പണ്ട് എല്ലാവരും പറഞ്ഞ ഡയലോഗ് തന്നെയാണ്. മാങ്ങ കല്ലെറിഞ്ഞതും മാങ്ങ പറക്കിയതും അതുപോലെ നമുക്ക് കിട്ടാൻ പാകത്തിനുള്ള എല്ലാവിധ ഐറ്റംസും ചാമ്പയ്ക്ക, പേരയ്ക്ക ഒക്കെ പൊട്ടിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിങ്ങനെ ഓർമ്മ വരും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഫുള്ള് വീടുകളാണ്, ഇത് കിട്ടാനൊന്നും എളുപ്പമല്ല. അല്ലുകുട്ടനോട് ഞാൻ കൈ പിടിച്ച് നടക്കാൻ പറഞ്ഞിട്ട് അവൻ കൈ പിടിക്കാണ്ട് എൻ്റെ ഡ്രസ്സുമോ പിടിച്ച് ബാല് പോലെ തേക്കണ്ടേ നടന്നു പറഞ്ഞുകൊണ്ട് അംഗനവാടിയിലേക്ക് പോണ പോക്കവൻ്റെ. നോർക്കുട്ടിയാണെങ്കിൽ ഒക്കത്തുനിന്ന് താഴത്ത് ഇറങ്ങൂല്ല. ഒക്കത്ത് കയറിയിരുന്ന് അവളിങ്ങനെ സുഖമായിട്ടിരുന്ന് കാഴ്ചയും കണ്ട് നടക്കും. നല്ല സുഖല്ലേ, ഈ പ്രായത്തല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. കുറച്ചുകൂടി വലുതായ ഈ ഉണ്ണികളൊക്കെ എടുത്ത് നടക്കാൻ നമ്മളെ കൊണ്ട് കൂട്ടിക്കൂടും. അവന്റെ അംഗനവാടി എത്താറായി. അവിടെ ഒരു കുഞ്ഞൊരു ചെറിയൊരു ഷെഡ് പോലെ, ഒരു ചെറിയൊരു വീട് പോലെ കണ്ടില്ലേ? അവിടെ ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ അവിടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. പ്രവേശനോത്സവത്തിന്റെ ബോർഡ് വയ്ക്കല്, ഡെക്കറേഷൻ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ടീച്ചർ. അങ്ങനെ അല്ലുകുട്ടന്റെ അംഗനവാടി എത്തി. ടീച്ചറും പിന്നെ ഒരു ചേച്ചിയും കൂടി സഹായിക്കാൻ നിൽക്കുന്നുണ്ട്. ആരങ്ങോട്ടിക്കലും വെരുകുപ്പിയിലും പണികളൊക്കെ തുടങ്ങി അവിടെ. വേറെ ആരും എത്തിയിട്ടില്ല, അവര് മാത്രമേ എത്തിയിട്ടുള്ളൂ. കുട്ടികളിൽ ഇപ്പോൾ എൻ്റെ അല്ലുകുട്ടൻ ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. ടീച്ചർ അല്ലുകുട്ടനെ കണ്ടു. കുറെ കാലങ്ങൾക്ക് ശേഷം വരണേ. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കുറവായിരുന്നു. അപ്പൊ അല്ലുകുട്ടൻ്റെ ഇന്നിപ്പോ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ പോണ കുട്ടികൾക്കുള്ള ചെറിയൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കലും പരിപാടികളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അല്ലുകുട്ടൻ്റെ അംഗനവാടി ഇന്നത്തെ കഴിയല്ലേ. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ അവനോട് ടീച്ചർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെവിടെ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഡെക്കറേഷൻ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഞങ്ങൾ കൊണ്ട് പറ്റാവുന്ന ഡെക്കറേഷൻ പണികൾക്ക് ഞങ്ങൾ സഹായിച്ച് ബലൂൺ വീർപ്പിക്കലൊക്കെ ഞങ്ങൾ വീർപ്പിച്ചിടും. അല്ലുകുട്ടൻ പറക്കി അവിടേക്കിടയ്ക്കൊക്കെ എടുത്തിടുകയും എന്നിട്ട് പിന്നെ അത് പറക്കി കൊണ്ടുവരിക. ഇങ്ങനെ ഒരു പണിയായിട്ട് ഇരിക്കുകയായിരുന്നു അവനും വേണ്ട എന്തെങ്കിലുമൊക്കെ പണി. അവൻ പറ്റാവുന്ന രീതിയിൽ ആ ബലൂണുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് എറിഞ്ഞ് കളിച്ചു. അപ്പോഴേക്കും ഞങ്ങളുടെ പണികളൊക്കെ ഏതാണ്ടൊക്കെ സെറ്റായപ്പോൾ പിള്ളേരുകളും അമ്മമാരൊക്കെ വന്നു തുടങ്ങി. കുട്ടികൾ അവരെ ചേച്ചീനെയും അമ്മേനെയും കുഞ്ഞുങ്ങളെല്ലാവരും കൊണ്ട് വന്നിട്ടുണ്ട്, ഞങ്ങളെ പോലെ തന്നെ. അങ്ങനെ എല്ലാവരും കസേരയിലേക്ക് ഇരുന്നു. ഇവിടെ ഉദ്ഘാടനത്തിന് വരുന്നത് ഞങ്ങളുടെ വലിയൊരുത്തെ കൗൺസിലറാണ്. അപ്പോൾ ആള് വരുന്നവരെ സമയമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കുട്ടികളൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കൽ തുടങ്ങി. ഞങ്ങളുടെ അല്ലുകുട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ ചേച്ചി കയ്യിൽ 2 ബലൂണും പിടിച്ച് പൊന്തിച്ച് നിൽക്കുന്നുണ്ട്. എല്ലാവരും നിർത്തി ഫോട്ടോ എടുക്കൽ തുടങ്ങിയപ്പോഴേക്കും കൗൺസിലർ എത്തി. അപ്പം എന്തായാലും നിർത്തിയതല്ലേ കൊണ്ട് ഒന്നും കൂടി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് എടുക്കൽ തുടങ്ങി. ഞാൻ കൗൺസിലർ അവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ എടുക്കൽ കഴിയുന്നവരെ. പിന്നെ ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള എടുക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് കയറ്റി ടീച്ചർ. അങ്ങനെ ചെറിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. കൗൺസിലറും എല്ലാവരും കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അല്ലുകുട്ടനൊക്കെ അവിടെ താഴത്ത് നല്ല കൈകൂപ്പി നിൽക്കുന്നത്. ടീച്ചറാണ് പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം കൊടുത്തത്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ചെറിയൊരു ഉദ്ഘാടന പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കൗൺസിലർ ഇങ്ങനെ ഉദ്ഘാടന പ്രസംഗത്തിന് ഇങ്ങനെ ക്ഷണിച്ചു. അപ്പോൾ ആളിങ്ങനെ ചെറിയ രീതിയിൽ കുട്ടികളല്ലേ, അപ്പോൾ ചെറിയ രീതിയിലൊരു പ്രസംഗമൊക്കെ നടത്തി. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആൾക്കിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. ആൾ പഠിക്കാൻ പോയ കാലവും അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആളൊരു കാര്യം പറയുന്നത്. ഇവിടെ അംഗനവാടിയിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ആളുടെ ഒരു ക്ലാസ്മേറ്റും കൂടി ആയിരുന്നു. സെൻറ് മേരീസിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു കൂടി. അങ്ങനെ പഠിച്ച കാലത്തെ കുറിച്ച് ഓർമ്മകളൊക്കെ ആൾ ഷെയർ ചെയ്തു. അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലുകുട്ടനെ മാത്രമല്ല, എൻ്റെ മൂത്തമോളായ ആഗ്നേയും ടീച്ചർ തന്നെയാണ് അംഗനവാടിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 ആളെയും ഒരുമിച്ച് പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ടീച്ചർക്ക് കിട്ടി. അങ്ങനെ ആള് കുട്ടികൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരോടും കുറേ സംസാരിച്ച്. ഞങ്ങൾ അയൽവാസിയും കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ എല്ലാവരോടും കുറച്ച് നേരം സംസാരിച്ച് ഈ പോകുന്ന കുട്ടികൾക്കൊക്കെ ചെറിയൊരു സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ക്രയോൺസ് ചെറിയൊരു ഗിഫ്റ്റായിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റത്തെ ഒരു കുട്ടിക്ക് കൗൺസിലർ തന്നെ സർട്ടിഫിക്കറ്റും ക്രയോൺസും ഒക്കെ സമ്മാനമായിട്ട് കൊടുത്തു. എല്ലാവർക്കും കൊടുക്കാനുള്ള സമയപരിമിതി ഉള്ളതുകൊണ്ട് ആൾക്ക് തിരക്കുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ടീച്ചർ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റത്തെ കുട്ടിക്ക് അദ്ദേഹം കൊടുത്തു. അതുപോലെ തന്നെ ലഡും മിഠായിയൊക്കെ ഉണ്ടായിരുന്നു.
ലഡു കൗൺസിലറുടെ വക സംഭാവനയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ലഡു ഫസ്റ്റത്തെ കുട്ടിക്ക് കൊടുത്തു. ബാക്കിയുള്ളവർക്ക് ടീച്ചർ വക വിതരണം ചെയ്യും. അങ്ങനെ തിരക്കുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അദ്ദേഹം പോയി. അങ്ങനെ ഓരോ കുട്ടികളും അവരവർക്കുള്ള ലഡുവും മിഠായിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ക്രയോൺസും കൂടി ഒരു കുട്ടിക്ക് കൊടുത്തതിന് ശേഷം അങ്ങനെ ആ കുട്ടിയുടെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞിട്ട് നിന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്ന് കുഞ്ഞു കുട്ടികളല്ലേ. അങ്ങനെ എല്ലാവരോടും ഒന്നും കൂടി ഒന്ന് ബായ് പറഞ്ഞ് അവിടെ പരിചയക്കാരൊക്കെ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് വർത്താനം പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം യാത്രയായത്. അങ്ങനെ ഓരോരുത്തർക്കും ലഡു കൊടുത്തു. അങ്ങനെ അല്ലിക്കുട്ടൻ ക്ഷമയോടെ കാത്തിരുന്ന് അവസാനം ലഡു കിട്ടി. അങ്ങനെ എല്ലാവരും ഫോട്ടോയ്ക്ക് ഒന്നും കൂടി ഒന്ന് പോസ് ചെയ്യാമെന്ന് പറഞ്ഞു. പുറത്തുനിന്ന് ശരിയായില്ല എന്നിട്ട് അകത്തുനിന്ന് ഒന്നും കൂടി ഒന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. അതിൽ കുറച്ച് കുട്ടികൾ ലഡു തിന്നുന്നുണ്ട്, കുറച്ച് കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്, ചിലർ മിഠായി തിന്നുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ. അങ്ങനെ ഞാനും അല്ലിക്കുട്ടനും എല്ലാവരും അവിടെ ഫോട്ടോയ്ക്ക് നിൽക്കുന്നുണ്ട്. ടീച്ചറുടെ അടുത്ത കുട്ടികൾക്ക് ഓരോരുത്തർക്കും ടീച്ചറുടെ വക ബാക്കിയുള്ള സർട്ടിഫിക്കറ്റും ക്രയോൺസ് വിതരണം ചെയ്യുന്നുണ്ട്. കൗൺസിലർ പോയത് കൊണ്ട് തന്നെ ബാക്കിയുള്ള സമ്മാനദാനമൊക്കെ ടീച്ചർ തന്നെ നിർവഹിച്ചു. അങ്ങനെ ഓരോ കുട്ടികളായി വരിയായി വന്ന് സർട്ടിഫിക്കറ്റും ക്രയോൺസൊക്കെ മേടിച്ചു. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അവരുടെ ഊഴം എപ്പോഴാണ് എത്തുക എന്ന് വെച്ചിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടില്ലേ എന്നുള്ള മട്ടിൽ ഓരോരുത്തർ നിൽക്കുന്നത്. അല്ലിക്കുട്ടൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു ക്രയോൺസ് കിട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. ക്രയോൺസ് അവൻ്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടെങ്കിലും പിന്നെയും ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോരുത്തർ ഇസക്കുട്ടിക്ക് സമ്മാനം മേടിച്ചു. ഇങ്ങനെ അവൻ്റെ കൂട്ടുകാർ ഓരോരുത്തരായി മേടിച്ചു തുടങ്ങി. ഇസക്കുട്ടി ഇനി വരുന്ന ക്ലാസ്സിലേക്ക് അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ സമ്മാനം മേടിച്ചത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ മറന്നിട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും അങ്ങനെ അല്ലിക്കുട്ടൻ്റെ കൂടെ എത്തി. അല്ലിക്കുട്ടൻ ടീച്ചർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അല്ലിക്കുട്ടൻ ഫോട്ടോയ്ക്കൊക്കെ പോയി ചെയ്ത് തുടങ്ങി. ഫോട്ടോ എടുക്കണുണ്ട്. അവൻ്റെ ക്യാമറയിലേക്ക് നോക്കി ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് പറയാൻ തന്നെ. അങ്ങനെ ക്രയോൺസും കിട്ടി. ആളെ ഹാപ്പിയായി. അങ്ങനെ ആളെ അനുഗ്രഹിച്ച് ടീച്ചർ വിട്ടു. ഇനിയിപ്പോൾ അടുത്ത കുട്ടികളെ ഉഴത്തി. അടുത്ത കുട്ടികളെ ഓരോരുത്തർ വെയിറ്റ് ചെയ്ത് തുടങ്ങി. എൻ്റെ പേരല്ലേ നോക്കിയിട്ട് അങ്ങനെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ പേര് എഴുതി സർട്ടിഫിക്കറ്റിൽ അതും കൊടുത്തു തുടങ്ങി. അങ്ങനെ പ്രിയക്കുട്ടനും കിട്ടി സർട്ടിഫിക്കറ്റ്. അങ്ങനെ ടീച്ചർ ഓരോരുത്തർക്കും കൊടുക്കുക. അപ്പം അമ്മമാരൊക്കെ ഓരോരുത്തരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അവരവരുടെ കുട്ടികളുടെ ഒരു മെമ്മറി ഇല്ലേ, അംഗനവാടി മെമ്മറി. വലുതാകുമ്പോൾ ഇവരൊക്കെ ആരോ എങ്ങനെയൊന്നും അറിയില്ല. ഫോട്ടോസൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഓരോരുത്തരായി വന്ന് ക്രയോൺസും സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചു തുടങ്ങി. അമ്മമാരൊക്കെ സൈഡിലൊക്കെ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടിക്ക് സർട്ടിഫിക്കറ്റും ക്രയോൺസൊക്കെ ടീച്ചർക്ക് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സർപ്രൈസ് ആയിട്ട് ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നത്. കുട്ടിയുടെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട് ഒരു സർപ്രൈസിന് പ്ലാൻ ചെയ്തിട്ട്. അങ്ങനെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞു കേട്ടപ്പോൾ തന്നെ കുട്ടിയുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ടീച്ചർക്ക് വേണ്ടി കൊടുത്തു. അങ്ങനെ ടീച്ചർക്ക് ആദ്യമായി അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുത്തു ഒരാൾ. അങ്ങനെ അടുത്തത് അങ്ങനെ തൻവിക്കുട്ടി വന്നു. തൻവിക്കുട്ടിക്ക് ഇതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും ക്രയോൺസും ടീച്ചർ കൊടുത്തു. അങ്ങനെ അല്ലിക്കുട്ടൻ്റെ കുട്ടിയാണ്. എല്ലാവരും കൂട്ടുകാർ തന്നെയാണ്. എന്നാലും അങ്ങനെ ഓരോരുത്തരായി വന്ന് മേടിച്ചു തുടങ്ങി. ഇനി പലരും ബാക്കിയുണ്ടോ എന്ന് ടീച്ചർ അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ അടുത്ത കുട്ടി വന്നു. അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ. പണ്ട് കാലത്ത് ഇങ്ങനെ സർട്ടിഫിക്കറ്റും ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അംഗൻവാടി അത് കഴിഞ്ഞ് ഒരു നേരെ 1-ാം ക്ലാസ്സിലേക്കായിരുന്നു. LKG UKG വരെ ഇപ്പോഴല്ലേ പുതിയതായിട്ട് വന്നത്. അങ്ങനെ ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ മേടിച്ചു തുടങ്ങി. ബാക്കിയുള്ള ക്രയോൺസ് പുതുതായിട്ട് ചേരുന്ന കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് ടീച്ചർ. അപ്പോൾ അവർക്കൊരു സമ്മാനം കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അംഗനവാടിക്ക് വരുമ്പോൾ എങ്ങനെയായാലും കരയും, എന്നാലൊരു സമ്മാനം. അങ്ങനെ നമ്മൾ ടീച്ചറോട് യാത്ര പറഞ്ഞ് അംഗനവാടിയോട് വിട പറയാൻ പോവാണ്. അങ്ങനെ നോറക്കുട്ടീനെ നോക്കി ടീച്ചർ പറഞ്ഞു, അംഗനവാടിക്ക് ഇനി വന്നോളോട്ടാന്ന് പറഞ്ഞിട്ട് 3 വയസ്സാകുമ്പോൾ. അങ്ങനെ ടീച്ചർ അവരോട് പറഞ്ഞു, അല്ലിക്കുട്ടനെ ഉമ്മയ്ക്ക് കൊടുത്ത് നല്ല കുട്ടിയെ പഠിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് വിടുന്നുണ്ട് ഞങ്ങളുടെ അല്ലിക്കുട്ടനെ. അങ്ങനെ അംഗനവാടിയുടെ പടി ഇറങ്ങുക, വിഷമിച്ച ആളുകൾ നിൽക്കണേ. അങ്ങനെ അംഗനവാടി പടി ഇറങ്ങി പോന്നു. അങ്ങനെ LKG